പി ജെ വിൻസെന്റ് ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് എംപി പറയുകയായിരുന്നു യുദ്ധം പരിഹാരമല്ല, യുദ്ധം നഷ്ടമാണ്. 101% ശരിയാണ്. ഞാൻ ജോൺ ബ്രിട്ടാസ് അക്കാര്യത്തിൽ 100% ചേർന്ന് നിൽക്കുന്നു. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അതേസമയം ശ്രീ എൻ വി നായർ പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ് ഓണെ ഫൈൻ ഡേ പഹൽഗാം മാത്രം സംഭവിക്കുന്നതല്ലോ. അതിനു മുൻപ് എത്രയെത്ര ഇത്തരത്തിലുള്ള ഭീരുപ്പണികൾ ഈ അയൽരാജ്യം നമ്മുടെ നാട്ടിൽ കാണിച്ചു. അത് കാണിക്കാനുള്ള കാരണം ഈ 1000 കട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായ അക്കാദമിക്കലി അവർ സ്വാംശീകരിച്ച ഒരു നയമാണ്. പി ജെ വിൻസെന്റ്, നമുക്ക് നമ്മുടെ നാട്ടിൽ സമാധാനമായി ജീവിക്കണം, നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സമാധാനമായി പോയി ഇരിക്കാൻ കഴിയണം. ഏത് സമയത്തും ഒരു പാകിസ്ഥാൻ ഭീകരവാദിയുടെ ബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട് എന്ന ആശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയണം. ആ ആശങ്ക 101% അകറ്റുകയും വേണം. ശ്രീ പി ജെ വിൻസെന്റ്, അതിൽ തർക്കമുണ്ടോ? അതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഭീകരത എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തഡ് ഓഫ് വാർഫെയർ. ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണ്, ഡീഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ ആണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ച 1000 കട്ട് ഡോക്ട്രിൻ. അത് 1970-കളിൽ 1971 യുദ്ധപരാജയത്തിന് ശേഷം പാകിസ്ഥാൻ സ്വീകരിച്ച സൈനിക തന്ത്രമാണ്. അതിലൊരു മാറ്റവും പാകിസ്ഥാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ 1000 മുറിവുകളുണ്ടാക്കി ബ്ലീഡ് ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ആശയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ പല വിധത്തിലുള്ള പ്രായോഗിക രൂപങ്ങളാണ് ക്രോസ് ബോർഡർ ടെററിസമായിട്ടും ബോധപൂർവം വർഗീയത വളർത്തുന്നതിനുള്ള ശ്രമങ്ങളായിട്ടൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ വിക്രം മിശ്രിയും അതുപോലെ സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗും നടത്തിയ പത്രസമ്മേളനത്തിൽ 2021 മുതൽ 25 വരെയുള്ള പ്രധാനപ്പെട്ട അക്രമങ്ങളെ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള അക്രമങ്ങളെ, പാർലമെൻറ്റ് ആക്രമണം മുതൽ പഹൽഗാം വരെയുള്ളത് കാണിച്ചതിൻ്റെ അർത്ഥം നേരത്തെ നായർ സാർ സൂചിപ്പിച്ചതാണ്. അതായത് എപ്പോഴും റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. എപ്പോഴും അടി കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അടി കിട്ടുമ്പോൾ ശക്തമായി ഒരു തിരിച്ചടി കൊടുക്കുക, വീണ്ടും അടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പോക്ക്. അതുകൊണ്ടാണ് നായർ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇനി ഇതിനൊരു അവസാനം കാണാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മഹാമനസ്കത എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണല്ലോ. 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി ലോകചരിത്രത്തിൽ ഇതപര്യന്തമുണ്ടായിട്ടുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും മഹത്തായ ഒന്നാണ്, ഏറ്റവും കാലം ഫലപ്രദമായി നീണ്ടു നിന്നതുമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ മഹാമനസ്കതയല്ലേ. അപ്പോൾ 1965 യുദ്ധമുണ്ടായ സമയത്ത് പോലും കനാൽ നിർമ്മാണത്തിനുള്ള പണം കൊടുത്തുകൊണ്ട് ആ ട്രീറ്റ് സസ്പെൻഡ് ചെയ്യാതെ അതിൽ ഉറച്ചു നിന്നു. 65-ലെയും 71-ലെയും 99-ലെയും യുദ്ധത്തെ ഈ കരാർ അതിജീവിച്ചു. പക്ഷേ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കാണിച്ചിട്ടുള്ള മഹാമനസ്കതയ്ക്കൊന്നും പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ നിരന്തരമായി ബ്ലീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുന്ന മാനങ്ങളിലേക്ക് സൈനികവും മായ നീക്കവും നയതന്ത്രപരമായ നീക്കവും നടത്തണം. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന. പക്ഷെ അത് നേരത്തെ ജോൺ ബ്രിട്ടാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ റെസ്പോൺസും ഇന്ത്യൻ സൈന്യത്തിൻ്റെ റെസ്പോൺസും വളരെ ബാലൻസ്ഡാണ്, കൾച്ചേർഡാണ്, ഹൈലി സിവിലൈസ്ഡ് ആണ്. പക്ഷേ ഇതിന് സമാനമായ ഒരു പ്രതികരണമല്ല നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്നത്. അവരുടെ സൈനിക നേതൃത്വം, അതുപോലെ അവരുടെ അംബാസിഡർ, റഷ്യയിലുള്ള പാകിസ്ഥാൻ അംബാസിഡറാണ് പറഞ്ഞത് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ഖ്വാജ ആസിഫ് പറയുന്നു ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അപ്പോൾ ആണവായുധം എന്ന് പറഞ്ഞത് മാരകമായ ഒരു ആയുധമാണ്. അത് ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകോപനമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ കൂടി ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അൺലീഷ് ചെയ്തിട്ടുണ്ട്. അത് 1940-കളിലെ വിഭജനത്തിൻ്റെ ആശയമാണ്. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു നാഷണാലിറ്റീസ് എന്ന ആശയം വീണ്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഹിന്ദു മുസ്ലിം യുദ്ധമാണ് എന്ന അർത്ഥത്തിലാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഏപ്രിൽ 14 പ്രസംഗിച്ചത്. അതിനുശേഷമാണ് ഏപ്രിൽ 22 പഹൽഗാം ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് ചേർത്ത് വെക്കത്തക്ക വിധത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്ന രീതി അവിടുത്തെ സൈനികർ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ വിഭജനം ഹിന്ദു മുസ്ലിം വിഭജനമല്ല.
ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇവിടെ ഹിന്ദുക്കൾ, മുസ്ലിമുകൾ, ബൗദ്ധർ, ജൈനർ, പാർസികൾ എന്നിവരോടൊപ്പം ഒരു വലിയ ശതമാനം നാഷണലിസ്റ്റ് മുസ്ലിമുകളും ഇന്ത്യയിൽ നിന്നു. ഇവരെല്ലാം ഒരു ഭാഗത്തും വർഗീയ നിലപാടെടുക്കുന്ന ഒരു സംഘം, ജിന്നയും സംഘവും മാത്രമാണ് അപ്പുറേ പാകിസ്ഥാനായി മാറിയത്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഹിന്ദു രാഷ്ട്രവുമല്ല. ഇത് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിൽക്കുകയും പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുകയും ചെയ്തത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം വിഭജനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രവും ഇന്ത്യ ഹിന്ദു രാഷ്ട്രവുമാവണ്ടേ. യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. എല്ലാ മനുഷ്യരും ഇന്ത്യയിലും അപ്പുറേ മതേതര നിലപാടെടുക്കാത്ത വർഗീയവാദികളായ മുസ്ലിമുകളും എന്നതായിരുന്നു. ഇന്ത്യയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ, കേരളത്തിലെ മൊയ്ദ് മൗലിയെ പോലെ കോടിക്കണക്കിന് നാഷണലിസ്റ്റ് മുസ്ലിമുകൾ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ ഭാഗത്ത് നിന്നും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ഐഡിയോളജി ഇന്ത്യയുടെ ഈ മതേതര സംസ്കൃതിയെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഖ്വാജ അവിടുത്തെ സൈനിക മേധാവി ഒരു പ്രത്യയശാസ്ത്ര യുദ്ധവും കൂടി അൺലീഷ് ചെയ്തത്. അത് പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ, ലഷ്കർ ഇ തൈബയും അതുപോലെ ജിഹാദി ടെററിസ്റ്റുകളും നിരന്തരമായി പറയുന്ന വാദമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവി പറയുന്നത്. ഇന്ത്യ എന്ന് പോലും പറയാതെ സ്പെസിഫിക് ആയിട്ട് ഹിന്ദു എന്ന് പറയുകയും ഹിന്ദുക്കളെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ ഇന്ത്യ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ഇതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മതേതരത്വത്തിൻ്റെ ഒരു പ്രഘോഷണമായി സോഫിയ ഖുറൈശിയും വ്യോമിക സിംഗും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് എത്ര സുന്ദരമായ കാഴ്ചയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വിഭജനത്തിൻ്റെ കാലത്തെ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി, അതിനെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചുകൊണ്ടും അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടുമാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുകയാണ്. ഈ വിഭജനത്തിന് ആധാരമായ പ്രത്യയശാസ്ത്രം വെറും 22 വർഷം മാത്രമേ നിലനിന്നു എന്നുള്ളത് വസ്തുതയാണ്. 1971 പാകിസ്ഥാൻ 2 കഷ്ണമായി. നമ്മൾ ഇന്നും ഐക്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘടകം കൂടിയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം രൂപപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തെക്കുറിച്ചും സകല മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഒരനുഭവം കൂടി നമ്മൾ നിരന്തരമായി പറയേണ്ടതുണ്ട്. അപ്പോൾ എത്രമാത്രം മതം പാകിസ്ഥാൻ പറയുന്നു അത്രമാത്രം മതേതരത്വം നമ്മൾ പറയുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. സോഫിയ ഖുറൈഷിയും വ്യോമിക സിംഗിനും അപ്പുറം അതിനേക്കാൾ മനോഹരമായ കാഴ്ച, മനോഹരമെന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല, അതിനേക്കാൾ ഒരുപക്ഷെ ഹൃദയം നിറയ്ക്കുന്ന, കണ്ണ് നിറയ്ക്കുന്ന കാഴ്ച ഇവിടെ ഇടപ്പള്ളിലെ അവിടെ കൊല്ലപ്പെട്ട എൻ രാമേന്ദ്രൻ്റെ മകൾ ആതിരയും ഇപ്പോൾ ഹിമാൻഷു അവിടെ കൊല്ലപ്പെട്ട നമ്മുടെ ഇവിടുത്തെ നാവികസേനാ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ഹിമാൻഷുവും പറഞ്ഞത് എന്താണ്? ഇത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് മതമില്ലെന്നും അവർ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുകയാണെന്നും അതിൻ്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തുകയോ വേട്ടയാടുകയോ ചെയ്യരുതെന്നും അതിൻ്റെ നേരിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷികളായ ആ മനുഷ്യർ പറഞ്ഞില്ലേ? അതിനപ്പുറമുണ്ടോ?